2025 എലിമിനേഷൻ ചേംബർ ഇങ്ങോട്ട് അടുത്തേക്ക് വരികയാണ്. എലിമിനേഷൻ ചേംബറിലെ ഏറ്റവും പ്രധാന വിഷയം ജോൺ സിന ആൻഡ് CM പങ്ക് വീണ്ടും എലിമിനേഷൻ ചേംബറിൽ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും. എലിമിനേഷൻ ചേംബറിൽ ഇതിനു മുൻപേയും ഇവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു കിഡിലൻ എലിമിനേഷൻ ചേംബർ മാച്ച് തന്നെയായിരുന്നു. 2011 ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ ആ മാച്ച് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അന്നത്തെ എലിമിനേഷൻ ചേംബറിന്റെ കഥ എന്താണ് എന്നുള്ളതും എലിമിനേഷൻ ചേംബറിൽ എന്താണ് നടന്നത് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു വെനസ്ഡേ നൈറ്റ് സ്പെഷ്യൽസ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2011 എലിമിനേഷൻ ചേംബറിലായിരുന്നു ജോൺ സിന ആൻഡ് CM പങ്ക് നേർക്കുനേർ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും മാത്രമല്ലല്ലോ, ബാക്കിയുണ്ടായിരുന്നവർ റാൻഡി ഓർട്ടൺ, ഷെയ്മസ്, ജോൺ മോറിസൺ, R-Truth എന്നിവരായിരുന്നു. ഈ 6 പേരെ വെച്ചിട്ടായിരുന്നു എലിമിനേഷൻ ചേംബർ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരിൽ ജോൺ സിന, CM പങ്ക്, റാൻഡി ഓർട്ടൺ, ഷെയ്മസ് എന്നിവരുടെ പ്രൈം ടൈമും കൂടിയായിരുന്നു അത്. അതായത് അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു 2011 എന്ന് പറയുന്നത്. അവർ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സമയത്ത് ഇവരെ 4 പേരെയും കൂടി ഒരു എലിമിനേഷൻ ചേംബറിന്റെ അകത്തേക്ക് ഇട്ടതായിരുന്നു 2011 നമ്മൾ കണ്ടത്. ഈ ഒരു എലിമിനേഷൻ ചേംബറിൽ വിജയിക്കുന്നവർ ആരാണോ അവർ മിസിനെതിരെ റെസ്ൽമേനിയയിൽ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കും എന്നുള്ളതായിരുന്നു കരാറുണ്ടായിരുന്നത്. ഈ സമയത്താണ് എന്നുണ്ടെങ്കിൽ CM പങ്കും റാൻഡിയും തമ്മിൽ നല്ല രീതിയിൽ ഫ്യൂഡ് നടക്കുകയാണ്. R-Truth ഇവരുടെ എല്ലാം തന്നെ കൂടെ വന്ന് മത്സരിക്കാനുള്ള ആ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ജോൺ മോറിസൺ വളർന്നു വരുന്ന ഒരു യുവതാരം തന്നെയാണ്. ജെഫ് ഹാർഡിയുടെ ആ ഒരു ലെവലിലേക്ക് WWE വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ജോൺ മോറിസൺ. അങ്ങനെ മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഷെയ്മസും ജോൺ മോറിസണും കൂടിയായിരുന്നു. ബാക്കിയുള്ള 4 പേരും പോഡുകൾക്കകത്തായിരുന്നു. നല്ല ഡീസന്റ് ആയിട്ടുള്ള കിഡിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു ജോൺ മോറിസൺ ആൻഡ് ഷെയ്മസ് നടത്തിയത്. മോറിസന്റെ ഒരുപാട് പറക്കുന്ന മൂവുകളെല്ലാം തന്നെ ഈ മാച്ചിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ടേൺ ബക്കിളിന്റെ മുകളിൽ കയറി തന്റെ ഫിനിഷിംഗ് മൂവ് ഷെയ്മസിന്റെ മുകളിൽ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഷെയ്മസ് ജോൺ മോറിസനെ തള്ളിയിടുന്നതും എലിമിനേഷൻ ചേംബറിന്റെ ചങ്ങലയുടെ മുകളിലേക്ക് തലയിടിച്ച് വീഴുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ ഇവർ സ്ലോലി സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ വ്യക്തി ചേംബറിന്റെ അകത്തു നിന്നും ഇറങ്ങാൻ സമയമായി. വന്നിട്ടുണ്ടായിരുന്നത് മറ്റാരുമായിരുന്നില്ല, റാൻഡി ഓർട്ടൺ ആയിരുന്നു. റാൻഡി ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത സ്പീഡുള്ള പെർഫോമൻസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷെയ്മസിനെയും മോറിസനെയും എടുത്തിട്ട് അലക്കി എന്നിട്ട് മോറിസനെ വലിച്ച ഒരു ഒറ്റയേറ് റാൻഡി നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചേംബറിന്റെ ചില്ലും പൊട്ടി മോറിസൺ അതാ അകത്തേക്ക്. എന്നിട്ട് CM പങ്കിനെ നോക്കി തന്റെ സിഗ്നേച്ചർ മൂവ് ഷെയ്മസിന്റെ മേൽ ചെയ്തു. കാരണം CM പങ്കുമായിട്ടാണ് റാൻഡിക്ക് അപ്പോൾ ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിരുന്നത്. CM പങ്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് റാൻഡി കാത്തിരുന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ ബാക്ക് സ്റ്റേജിൽ നിന്ന് മിസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വ്യക്തി ചേംബറിന്റെ അകത്തുനിന്നും പുറത്തിറങ്ങാൻ സമയമായി. മറ്റാരുമായിരുന്നില്ല, CM പങ്ക് ആയിരുന്നു വന്നത്. പക്ഷെ പങ്കിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ സാങ്കേതിക തകരാറുകൾ മൂലം പങ്കിന്റെ ചേംബർ തുറക്കാൻ കഴിയുന്നില്ല റഫറിക്ക്. പങ്ക് അതിന്റെ അകത്ത് സ്റ്റക്കായി പോയി, തല പുറത്തും കാലകത്തുമായിട്ട്. റാൻഡി ആണെന്നുണ്ടെങ്കിൽ പങ്കിന്റെ മുമ്പിൽ ഒരു വൈപ്പറിനെ പോലെ, പാമ്പിനെ പോലെ നോക്കി നിൽക്കുകയാണ്. അവിടെ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്ന CM പങ്കിനിട്ട് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റാൻഡി ഓർട്ടൺ. എന്നിട്ട് റിങ്ങിന്റെ സെന്ററിലേക്ക് കൊണ്ടുവന്ന് അതാ കിടക്കുന്നു RKO. യെസ്, CM പങ്ക് ഹാസ് ബീൻ എലിമിനേറ്റഡ്. ആദ്യത്തെ എലിമിനേഷൻ CM പങ്കായി മാറിയിരിക്കുകയാണ്. CM പങ്ക് അന്ന് നെക്സസ് ടീമിലെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷെ പങ്ക് എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോകുന്നതിന് മുൻപേ തന്നെ അന്നത്തെ ജനറൽ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ലാപ്ടോപ്പ് ഒരു മെസ്സേജ് വരികയുണ്ടായി. മൈക്കിൾ കോൾ അത് വായിക്കുകയും ചെയ്തു. ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് CM പങ്കിന്റെ ചേംബർ മാൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് പങ്കിനെ എലിമിനേറ്റ് ആക്കിയതായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് പങ്ക് വീണ്ടും മാച്ചിൽ തുടരണം, വീണ്ടും ചാമ്പിന്റെ അകത്തേക്ക് കയറണം എന്നായിരുന്നു ജനറൽ മാനേജറുടെ അടുത്തു നിന്നും അറിഞ്ഞത്. അതോടുകൂടി പങ്കിന് സന്തോഷമായി. അദ്ദേഹം നേരെ ചാമ്പിന്റെ അകത്തേക്ക് കയറിയിരുന്നു. റാൻഡിക്ക് തന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഷെയ്മസ്, മോറിസൺ, റാൻഡി തമ്മിൽ വീണ്ടും ഫൈറ്റ് അവിടെ നടന്നു. അടുത്ത വ്യക്തി വരാനുള്ള സമയമായി. യെസ്, അടുത്ത വ്യക്തിയായി വന്നിട്ടുണ്ടായിരുന്നത് ജോൺ സീന. ഈ ഒരു സീനയുടെ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. അജാതി പെർഫോമൻസ് ആയിരുന്നു സീന ആ ഒരു മാച്ചിലെല്ലാം തന്നെ പെർഫോം ചെയ്തത്. അങ്ങനെ അടുത്ത വ്യക്തി വന്നു R-Truth. ഇപ്പോഴത്തെ ട്രൂത്തിനെ നോക്കുമ്പോൾ ഒരു മണ്ടംകളി കളിച്ചിറക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ ട്രൂത്ത് ഈ പ്രൈം ടൈമിൽ നിൽക്കുന്ന റാൻഡിയെയും ഷെയ്മസിനെയും CM പങ്കിനെയും ജോൺസിനെയും വരെ അറ്റാക്ക് ചെയ്ത് പരിവമാക്കുന്ന ട്രൂത്ത് ആയിരുന്നു. പക്ഷെ എന്ത് പറയാൻ, ഷെയ്മസിന്റെ കയ്യിൽ നിന്നും ഒരൊറ്റ ബ്രോക്കിക് R-Truth ഹാസ് ബീൻ എലിമിനേറ്റഡ്. ഇനി പുറത്തിറങ്ങാനുള്ളത് CM പങ്കാണ്. പങ്കിനെ വീണ്ടും കാത്ത് റാൻഡി പുറത്തു നിന്നെങ്കിലും സീന വന്ന് റാൻഡിയെ അറ്റാക്ക് ചെയ്തു. ആ ഒരു അവസരം മുതലെടുത്ത് പങ്ക് പുറത്തേക്ക് ഇറങ്ങി. ഷെയ്മസിന്റെ വക അതാ കിടക്കുന്നു ബ്രോ കിക്ക് ടു റാൻഡി. പക്ഷെ അതിൽ നിന്നും പങ്കിനെ റാൻഡിയെ പിൻ ചെയ്ത് തോൽപ്പിക്കാനായില്ല.
ഉണ്ടായില്ല. പക്ഷെ കൈവിട്ടിട്ടില്ല. റാൻഡിയെ അടുത്ത് റിങ്ങിന് നടുക്ക് കൊണ്ടുവന്ന് നേരത്തെ ആർക്കെയോ ചെയ്തതിന് പകരമായിട്ട് ഇപ്പോൾ ഇതാ തന്റെ ഗോ ടു സ്ലീപ്പ് ചെയ്ത് റാൻഡി ഓർട്ടോനെ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു CM Punk. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കുന്ന പരിപാടി. പിന്നീട് ഷെയ്മസും ജോൺ മോറിസണും കൂടി ചേംബറിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിൽ നിന്നും മോറിസനെ എടുത്ത് താഴേക്കിടാൻ വേണ്ടിയിട്ട് ഷെയ്മസ് ശ്രമിച്ചെങ്കിലും മോറിസൺ ഷെയ്മസിനെ തള്ളി താഴെയിട്ടു. എന്നിട്ട് ഇതാ ചേംബറിന്റെ മുകളിൽ വലിഞ്ഞു കയറി ഏറ്റവും മുകളിൽ നിന്ന് ഒരു ഒറ്റ ചാട്ടം ഷെയ്മസിന്റെ തലയിലേക്ക്. അതോടുകൂടി ഷെയ്മസ് ഹാസ് ബീൻ എലിമിനേറ്റഡ്. ഇനി റിംഗിൽ ബാക്കിയുള്ളത് 3 പേർ: ജോൺ സീന, CM Punk ആൻഡ് ജോൺ മോറിസൺ. സീനയും പങ്കും ഉണ്ടായിട്ടും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചത് ജോൺ മോറിസൺ തന്നെയായിരുന്നു. മോറിസൺ ഈ ഒരു മാച്ചിന്റെ ഇടയ്ക്ക് തന്റെ കാലിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഞ്ചുറി വെച്ചിട്ടായിരുന്നു അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് മാച്ചിന്റെ അവസാനം ജോൺ മോറിസൺ അദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് മൂവ് CM Punkനെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും CM Punk അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതും പങ്ക് നേരെ വന്ന് ജോൺ മോറിസനെ എടുത്ത് തന്റെ ഗോ ടു സ്ലീപ്പ് ചെയ്ത് മോറിസനെ പുറത്താക്കിയതും ഉടനെ തന്നെ അതാ കിടക്കുന്നു. ജോൺ സീനയുടെ വക ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. CM Punk റിംഗ് റോപ്പിൽ പിടിക്കുന്നു. സീന അതാ മാറിച്ചൊരു ഒറ്റയിടൽ എലിമിനേഷൻ ചേംബറിന്റെ കമ്പിയുടെ മുകളിലേക്ക്. അങ്ങനെ ജോൺ സീന പങ്കിനെ പിൻ ചെയ്യുന്നു. ജോൺ സീന ഈസ് ദ വിന്നർ ആൻഡ് ജോൺ സീന റസൽ മേനിയയിലേക്ക് മിസിനെതിരെ വേൾഡ് ചാമ്പ്യൻഷിപ്പിനായിട്ട് പോകുന്നു. ഇതുപോലെയുള്ള ഒരു എലിമിനേഷൻ ചേംബർ ഈ വർഷവും കാണാൻ കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത മൊമെന്റ് തന്നെയായിരിക്കും അത്. ജോൺ സീന വിജയിക്കുന്ന മൊമെന്റും അതും നന്നായിട്ട് പെർഫോം ചെയ്ത് വിജയിക്കുന്ന മൊമെന്റും കൂടിയാണ് എന്നുണ്ടെങ്കിൽ കിഡ്ലൻ ആയിരിക്കും. ഈ വർഷത്തെ എലിമിനേഷൻ ചേംബറിൽ ജോൺ സീന വിജയിക്കുമോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഉടനെ തന്നെ കമന്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത ആഴ്ച മറ്റേതെങ്കിലും ഒരു കാര്യമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.